യേശു ഫരിസേയരുടെയും ചുങ്കക്കാരുടെയും പുളിമാവിനെ കുറിച്ച് പറയുകയാണ്. സൂക്ഷിച്ചു കൊള്ളാനാണ് പറയണേ. ആ നിമിഷം ശിഷ്യന്മാർ വിചാരിക്കുക നമ്മൾ അപ്പം എടുക്കാത്തതിനെ കുറിച്ചാണ് യേശുനാഥൻ പറയുന്നത്. പലപ്പോഴും ഇങ്ങനെയാ, ചില വാക്കുകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാകില്ല. നമ്മൾ തെറ്റിദ്ധരിച്ച് ചിലവരെ വിലയിരുത്താറുണ്ട്, അതുപോലെ തന്നെ കുറ്റം പറയാറുണ്ട്. അനാവശ്യമായ വിലയിരുത്തലുകളും കുറ്റപ്പെടുത്തലുകളും, നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയരുത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന് ശാന്തമാകുക, ആ വ്യക്തി ഒന്ന് പഠിക്കാതെ കേൾക്കുമ്പോഴേക്കും നമ്മൾ ഒരു ഇവാലുവേഷൻ നടത്തുന്ന വ്യക്തികളാണ് നമ്മൾ പലപ്പോഴും. ശിഷ്യർക്ക് അങ്ങനെ സംഭവിച്ചെന്നുള്ളതാണ്. അതുപോലെ നമുക്കും സംഭവിക്കാറ്. എത്രയോ പേരെയാ നമ്മൾ വിലയിരുത്തി നശിപ്പിച്ച് കളഞ്ഞേക്കണേ. അടുത്തറിയുമ്പോഴല്ലോ എന്ത് നിഷ്കളങ്കമായ, അതുപോലെ തന്നെ ഏറ്റവും ഹൃദയ പരിശുദ്ധിയോടെ പെരുമാറുന്ന വ്യക്തിയായിരിക്കും ആ വ്യക്തി. ആ സമയത്ത് അങ്ങനെ പറയാൻ കാരണം പല കാരണങ്ങളുണ്ടാകാം. പലപ്പോഴും നമ്മളതിനെ നെഗറ്റീവായിട്ടാണ് പറയുക. അകന്നു നിന്ന് ചിന്തിക്കുമ്പോൾ എല്ലാവരും വികൃതമായിട്ട് തോന്നുന്നത്. അടുത്തേക്ക് വരുമ്പോഴാണ്, ഒരു വ്യക്തിയെ മനസ്സിലാകുമ്പോഴാണ് ആ വ്യക്തി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, എന്താണ് അങ്ങനെ ആകാൻ കാരണം, നമ്മൾ അറിയുമ്പോഴാണ് കൂടുതൽ അടുക്കാൻ സാധിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും സാധിക്കട്ടെ. ചില വാക്കുകൾ കേൾക്കുമ്പോഴേക്കും, ചില സാഹചര്യങ്ങൾ കാണുമ്പോഴേക്കും നമ്മൾ ചിലവരെയൊക്കെ ഉപേക്ഷിക്കുന്നു, മാറ്റി നിർത്തുന്ന വ്യക്തികൾ. അങ്ങനെ ആകാതിരിക്കട്ടെ. യേശു പറഞ്ഞ വാക്ക് അവർക്ക് മനസ്സിലായിരുന്നുള്ളതാണ്. ഇത് തന്നെയാണ് കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില വാക്കുകളുടെ പേരിൽ അവരൊക്കെ മാറ്റി നിർത്തി, പഴിചാരി നമ്മുടെ അകലങ്ങളിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ്. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.